ഗായ്സ്, സാറ്റിസ്ഫൈഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുന്നോ? ഇന്ന് നമ്മുടെ ബീഫും കായും വറുത്തരച്ചതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഐറ്റംസിലോട്ട് കിടക്കാം. ബീഫ് വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സബോള, പിന്നെ നമ്മുടെ തേങ്ങ വറുത്തരയ്ക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് മസാലയിലോട്ട് കിടക്കാം. ഉപ്പ്, മഞ്ഞൾ, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കറിപ്പൊടി, പിന്നെ കറി മസാല തെറ്റിപ്പോയതാണ്, സോറി. കറി മസാല, പിന്നെ മുളക്, വെളിച്ചെണ്ണ, ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത്. കായ ഉണ്ട് കേട്ടോ, അപ്പോൾ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഹലോ ഗായ്സ്, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ചതച്ചു. അപ്പോൾ നമ്മൾ ചതച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള ഐറ്റംസ് ഇടാം. അമ്മ തരാ പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്, കണ്ടില്ലേ? പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അരച്ചു വെക്കണവർക്ക് അരച്ചു ഇടാം, ചതച്ച് വെക്കണവർക്ക് ഞങ്ങളെ പോലെ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഇടാനായിട്ടുണ്ട്. നല്ല വെളുത്തുള്ളി ഇടണം, ഇഞ്ചി ഇടുന്നുണ്ട്, കണ്ടത്. ഇനി നമുക്ക് മസാലകൾ ഇടാം. ഫസ്റ്റ് തന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയാണ് കേട്ടോ. മഞ്ഞപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു അമ്മ. ഇനി ഉപ്പാണ് കേട്ടോ. ഉപ്പ് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ തന്നെ മഞ്ഞപ്പൊടി ഇടുന്ന പോലെ. 3 ടീസ്പൂൺ കാരണം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി. അപ്പം മുളക് പൊടി ഇടാണ്. മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മുടെ മസാലപ്പൊടിയാണ് കേട്ടോ ഇടാൻ പോകുന്നത്. മസാലപ്പൊടി ഒരു വിതറങ്ങളമ്മ വിതറിട്ടോ. ഇനി നമ്മുടെ വേപ്പില ഇങ്ങനെ വടിച്ചമ്മിട്ട്. കുറച്ച് വേപ്പില താഴെ പോയി, പക്ഷെ അതൊന്നും സാരമില്ല. പിന്നെ ഇത്തിരി വേപ്പിലും ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതും കൂടി അമ്മ വടിച്ച് ഇട്ടു. നല്ലോണം വടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണ ചേർത്തിട്ട് ബീഫിനെ എന്ത് ചെയ്യണം ആര്യസേ? ഒരു പിടി പിടിക്കണം. ഓക്കേ, അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിലോട്ട് ചേർക്കാം. വെളിച്ചെണ്ണ അമ്മ കയ്യിൽ മറ്റേ ഒരു സാധനം കിട്ടൂലേ അമ്പലത്തിൽ, ആ സാധനം. അപ്പൊ നമ്മൾ ഇതില് ചേർത്തേക്കുന്ന സാധനങ്ങൾ ഒന്നും കൂടെ പറയാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ, കറി മസാല, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്ന ഒന്നല്ലേ ആരുസേ? ഇതിങ്ങനെ യോജിപ്പിച്ച് കഴിയുമ്പോൾ ഒരു അസാധ്യമായൊരു മണമുണ്ട്. അതാണ് ബീഫിൻ്റെ ശരിക്കും ഇത് ചെയ്യുന്നത്. ആരാധിക്ക് ആദ്യം ബീഫ് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ ബീഫിന്റെ ഫാനാണ് ആരാധിക. ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ബീഫ് വാങ്ങിച്ചില്ലെങ്കിൽ അതെ, ആദ്യം ആരാധിക്ക് ബീഫ് കൊടുത്ത ആരാധി കഴിക്കില്ലായിരുന്നു. ചിക്കൻ മാത്രം ഇപ്പൊ ആരാധി ഡൈ ഹാർഡ് ഫാൻ ഓഫ് ചിക്കനും കഴിക്കും, ബീഫും കഴിക്കും, എന്ത് കഴിക്കുന്ന രീതിയിലാണ് ഞാനിപ്പോ. അപ്പൊ നമുക്കിത് നന്നായി തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം
നമ്മൾ കുക്കറിലിട്ടിട്ടാണ് നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട്. കുക്കറിലിട്ടിട്ട് ഏകദേശം ഒരു 5-6 വിസിൽ അടുപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ അത് ബീഫിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഇപ്പം നല്ല മൂപ്പ് കൂടിയ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ വിസിലടിക്കേണ്ടതായിട്ട് വരും. അപ്പം ഞാനിത് വേവിച്ച് കഴിഞ്ഞിട്ട് പറയാം എത്ര വിസിൽ അടിച്ചു എന്നുള്ളത്. പിന്നെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടായിരിക്കും. ആ സ്മെല്ലാണ് ബീഫിൻ്റെ കറി ടേസ്റ്റ് ആക്കുന്ന സ്മെല്ല്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഇങ്ങനെയൊന്ന് സെറ്റാവാനായിട്ട് വെക്കും. നമ്മളിനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ നെയ്യുള്ള ഭാഗം കഴിക്കാറില്ല. പക്ഷെ നെയ്യുള്ള ഭാഗം കഴിക്കുമ്പോൾ എനിക്ക് എന്താ പോലെ തോന്നും. കണ്ടോ ഗൈസ്, പാത്രം വടിച്ച് അമ്മ ഇട്ടാണ്. ഒരു തുള്ളി പോലും കിടക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇനി നമുക്കിത് അടയ്ക്കാം. അമ്മ വേഗം തന്നെ അടുപ്പിലോട്ട് വെക്കൂ. ഇപ്പൊ ഞാനിടാം സാധനം. അപ്പം നമുക്ക് ഇനി ബീഫ് ഇവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്ത് എടുക്കാം. അപ്പോൾ ചീഞ്ചാട്ടി വെച്ചിട്ടുണ്ട്. നോക്ക് ഗൈസ്, തേങ്ങയിനകത്ത് വേപ്പിലൊക്കെ ഇട്ട് നമുക്ക് മസാലകളാണ് കേട്ടോ. നമുക്ക് ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകും മല്ലിയും തേങ്ങയും കൂടിയിട്ടാണ് നമ്മൾ വറക്കണത്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ഇതായപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാണ്. ഇത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മസാല മുഴുവനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പെരുംജീരകം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ കൂടെ ഇട്ടിട്ട് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിലും ഉള്ള മസാല എന്ന് പറയുന്നത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഫൈനലായിട്ട് കുറച്ച് ഇപ്പോൾ ബീഫ് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഫൈനലായിട്ടത് ചെയ്യുമ്പോഴാണ് മസാല ചേർക്കുള്ളൂ. ഇപ്പോൾ ഇനി മസാല പൊടിച്ച മസാല ഇല്ല, മുഴുവനായിട്ടുള്ള മസാലയാണ് കയ്യിലെങ്കിൽ നമുക്ക് ഈ വറുക്കുന്നതിൻ്റെ കൂടെ ഇട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. അത് നല്ല ബ്രൗൺ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ തേങ്ങ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇടാൻ പോകുന്നത് നമ്മുടെ മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഫൈനലി നമ്മൾ കുരുമുളക് പൊടി ചേർക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള ഓക്കെ. അപ്പോൾ മുളക് ഇട്ടു. നല്ല സ്മെല്ല് ഇട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മല്ലിപ്പൊടി, ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. കരിഞ്ഞു അത് ശ്രദ്ധിക്കണം. തീ വളരെ കുറച്ചിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് മൂത്ത മണം വന്ന് കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. ഞാനിതങ്ങനെ അരച്ചെടുക്കില്ല, വെള്ളം ചേർത്ത് അരക്കില്ല.
പൊടിച്ചാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മസാല എടുത്തതിന് ശേഷം, വറുത്തരപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് സൂക്ഷിച്ച് വയ്ക്കാം. വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ അത് അധികം നാൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഏകദേശം മസാല ഇതായിട്ടുണ്ട്. ഇത് മസാല ചേർത്ത് കൈവിടാതെ ഇളക്കണം, അങ്ങനെ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതെ. അപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് അവിടെ വെന്ത് സെറ്റ് ആവട്ടെ. അപ്പം നല്ലോണം ബീഫ് വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കായ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിനെ കായ ഇടുന്നുണ്ട്. നമ്മൾ കായ ഇട്ടിട്ട് ഒരു വിസിലടിക്കുകയാണ്. അപ്പോൾ കായ ഇടാം, എന്നിട്ട് ഇളക്കിയിട്ടാണ് വിസിലടിക്കുന്നത്. അതിലേക്ക് കായയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇട്ടുകൊടുക്കാം കായ. അമ്മ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് വടിച്ചിടണ്ട് കേട്ടോ. കായ ഇപ്പോൾ കുറച്ചധികം എടുത്തിട്ടുണ്ട്, കാരണം ഇവിടെ കായ തിന്നാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. ബീഫിനേക്കാൾ കൂടുതൽ ഇഷ്ടം കായ തിന്നാണ്. പിന്നെ നമുക്ക് കായയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ്. കായയിലേക്ക് പാകത്തിന് ഉപ്പ് നമ്മൾ ചേർത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയിട്ട് ഒരു വിസിൽ കേൾക്കാനായിട്ട് വയ്ക്കാൻ. കണ്ടോ, നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ വെച്ച ബീഫാണ്. അപ്പം അതിൽ ആവശ്യത്തിലധികം വെള്ളമായിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്കിത് ഒരു വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിക്കാം. നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ സബോളയും വേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 3 സബോളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് വാടട്ടെ. വാടുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ പൊടിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു പരുവത്തിനാണ് നമ്മൾ പൊടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാതെയാണ് പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സവോള ഏകദേശം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച തേങ്ങയും മുളകും മല്ലിയും കൂടിയിട്ടുള്ള മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഏകദേശം ഇതായി കഴിയുമ്പോൾ നമുക്ക് ബീഫ് വെന്ത വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മസാല ഒന്ന് വരുമ്പോൾ ആരാധി കളിക്കാൻ പോയേക്കാണ് ഗൈസ്. ആ ബീഫ് വെന്ത വെള്ളമാണത്. അതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഓക്കെ. മസാല ഒന്ന് സെറ്റാക്കാം. കുറച്ചായിട്ട് ചേർക്കാണ് കേട്ടോ നമ്മുടെ ബീഫ്. ബീഫും കായും ഉണ്ട്. അപ്പം അത് ചേർത്ത് എല്ലാം ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കായ വറുത്തരച്ച കറി റെഡിയായി. ഇത് കുറച്ച് നേരം കിടക്കണം കേട്ടോ. കിടന്ന് ആ ബീഫിലേക്ക് കായയിലേക്കൊക്കെ ആ ഒരു തേങ്ങയുടെ ആ ഒരു മസാല കൊണ്ട് പിടിക്കണം. കണ്ടോ ആ തിളയൊക്കെ തിളച്ച് തിള വരുമ്പോൾ ആ ബീഫിൻ്റെ നെയ്യും ഇതൊക്കെ അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ തന്നെ എടുത്ത് നമുക്ക് ബീഫും ബ്രെഡൊക്കെ കഴിക്കുക. ആരാധ്യ കൂടുതലും ബീഫും ബ്രെഡും കൂട്ടിയിട്ടാണ് കഴിക്കുക. അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിയും മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വേപ്പിലും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും മല്ലിയില തീർന്നിരിക്കുകയാണ്. മല്ലിയില നേടുന്നില്ല. വേപ്പിലും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കായ വറുത്തരച്ച കറി ഇവിടെ റെഡിയാണ്.
നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ചോറും ബീഫ് കറിയും ഉണ്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്.